ഒരു മാത്ര വേറൊരേ നിനച്ചു പോയി. രാത്രി മഴ പെയ്തു തോന്ന നേരം, രാത്രി മഴ പെയ്തു തോന്ന നേരം, കുളിർച്ചാറ്റിലുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നിൻ തുള്ളിത സംഗീതം വിത്തന്തികളിൽ പടർന്ന നേരം, കാതരയാ പക്ഷിയൻ ചാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. അരികെ നീണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വേറൊരേ നിനച്ചുപോയി, ഒരു മാത്ര വേറൊരേ നിനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു തിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാട്ടിലെ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. അരികെ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വേറൊരേ നിനച്ചുപോയി, ഒരു മാത്ര വേറൊരേ നിനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വേറൊരേ നിനച്ചുപോയി, ഇന്നൊരു മാത്ര വേറൊരേ നിനച്ചുപോയി. ബസ് ചലത്തെ Thank you. Gratitude with Team United. നല്ല കൈയടി പോരട്ടെ. ഈ എനർജിയൊക്കെ ആദ്യം കാണും, അതുകൊണ്ടാണ് നല്ല കൈയടി പോരട്ടെ എന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സൈലന്റ് പ്രയറോട് കൂടി നമുക്ക് ആരംഭിക്കാം. സോ ക്യാൻ വി ഹാവ് എ സൈലന്റ് പ്രയർ ഫോർ 30 seconds?
താങ്ക് യു താങ്ക് യു. ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് 2026 മലയാളി അസോസിയേഷൻ ഗ്രേറ്റ് ഹ്യൂസ്റ്റനെ നയിക്കാനുള്ള ടീമിനെ തെരഞ്ഞെടുത്തതിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള ഒരു നന്ദി സൂചകമായിട്ടുള്ളൊരു പാർട്ടിയാണ് ഇവിടെ നടക്കുന്നത്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബാംഗങ്ങൾ, എല്ലാവരും ഫ്രണ്ട്സ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഗെറ്റ് ടുഗദർ വിത്ത് ടീം യുണൈറ്റഡ്. അതിനാണ് നമ്മൾ എല്ലാവരും എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ ഇലക്ഷൻ എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു, അതുപോലെ എത്രമാത്രം ടഫായിരുന്നു. ബട്ട് ഈവൻ ദെൻ all the congratulations to Team United for the resounding victory, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വിക്ടറി, ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞു. എല്ലാവരും ആ കാര്യവും കൈയടിച്ച് പാസ്സാക്കി കഴിഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദി ഈവനിങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ടീം യുണൈറ്റഡ്. First of all, may I please welcome Mr. Vinod Vasudevan for the welcome speech, and he is the former MAG president, Malayali Association of Great Houston president, former MAG trustee board chairman, and he was the general convener of Team United campaign committee. So please put your hands together to welcome Mr. Vinod Vasudevan for the welcome speech. Thank you. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ പല പദവികളിലും ഇരിക്കുന്നതിന് വേണ്ടി ഒരു ഇലക്ഷനെ പലതവണ നേരിട്ട ഒരു വ്യക്തിയാണ്. ഇലക്ഷനിൽ കൂടി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള സന്തോഷം എനിക്ക് ഇന്നിവിടെ ഉണ്ട്. കാരണം മലയാളി അസോസിയേഷൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം രണ്ട് പാനലുകൾ തമ്മിൽ ഒരു ശക്തമായ മത്സരം നടക്കുമ്പോൾ ഒരു പാനലിലെ മുഴുവൻ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് ഞാൻ വീക്ഷിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെയും തന്നെ ഓപ്പോസിറ്റ് പാനലിൽ നിന്നും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ട് ടീം യുണൈറ്റഡിൻ്റെ മുഴുവൻ അംഗങ്ങളും മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ടീം യുണൈറ്റഡിലെ ഏറ്റവും കുറച്ച് വോട്ട് നേടിയ വ്യക്തിയും ഓപ്പോസിറ്റ് പാനലിൻ്റെ ടീം ഹാർമണിയിലെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തിയും തമ്മിൽ 243 വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. സാധാരണ ഓപ്പോസിറ്റ് പാനലിൽ നിന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ നേരിയ ഭൂരിപക്ഷം 2 വോട്ടിനും 3 വോട്ടിനും ഒക്കെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇത്തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പോലെ 243 വോട്ട് എന്നതായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഒട്ടേറെ ഘടകങ്ങൾ ഞങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് സംഭവിക്കുകയുണ്ടായി. അതിനൊന്ന് എടുത്തു പറയേണ്ട 1-2 വസ്തുതകളുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് പാനലിലുള്ള ചില വ്യക്തികൾ മാഗിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയവും ജാതിയും റേസിസവും ഒക്കെ പറഞ്ഞു തന്നെ വോട്ട് കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. അതിനെയെല്ലാം മാഗിൻ്റെ പ്രബുദ്ധരായ വോട്ടർമാർ നിഷ്കരണം തള്ളിക്കളഞ്ഞ് മാഗിൻ്റെ സെക്യുലറിസം എന്ന തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ടീം യുണൈറ്റഡിന് നൽകിയിരിക്കുന്നത്. അതുപോലെ 1-2 ആക്ച്വലി ഞാൻ വെൽക്കം പറയാനാണ് നിൽക്കുന്നതെങ്കിലും 1-2 വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എന്ന കിട്ടിയ അവസരത്തിൽ ഞാൻ അതുകൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ടീം യുണൈറ്റഡ് രൂപീകരിച്ചപ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഈ കാൻഡിഡേറ്റിനോടൊപ്പം ഇതിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒട്ടനവധി വ്യക്തികളുണ്ട്. എൻ്റെ മാഗിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ മാത്യു മത്തായി അവர்களായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അതുപോലെ ശ്രീ തോമസ് ചെറുകര ചേട്ടൻ,
ശ്രീ എബ്രഹാം ഈപ്പൻ തുടങ്ങി പുതുതലമുറയിൽപ്പെട്ട മാത്യു, അക്കു, കോശി തുടങ്ങി നിരവധി ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഇവരെല്ലാം ഓരോ മീറ്റിങ്ങിലും കൃത്യസമയത്ത് തന്നെ പങ്കെടുത്തതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വോട്ട് പിടിക്കാൻ പോകാനും പിന്നെ വോട്ടിൻ്റെ പോളിംഗ് സ്ഥലത്ത് അറേഞ്ച്മെൻറ്റുകൾ നടത്താനും ഫുഡ് അറേഞ്ച് ചെയ്യാനും ഒക്കെ അവരുടെ വിലയേറിയ സമയം ചെലവിട്ട് ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തികളാണ്. ഇവരെല്ലാം ഈ വിജയത്തിൻ്റെ പിന്നിൽ അനുസ്മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുപോലെ കേരള ഡിബേറ്റ് ഫോറത്തിൻ്റെ മിസ്റ്റർ AC ജോർജ് സാറ്, അദ്ദേഹം ഇവിടെയുണ്ട്. മലയാളി അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പിൽ എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്നതാണ് ഒരു ഡിബേറ്റ് നടത്തുക എന്നുള്ളത്. അത് സാധാരണഗതിയിൽ IPC തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തവണ IPC തന്നെ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല എന്ന് നമുക്കറിയില്ല. കാരണം എതിർ പാനലിലുള്ള ചില ആൾക്കാരുടെ സമ്മർദ്ദം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം പല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചും ഈ ഡിബേറ്റിന് മുന്നോട്ട് വന്ന ശ്രീ AC ജോർജ് സാർ, അദ്ദേഹത്തിനും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം ഈ ഡിബേറ്റ് ഈ ടീം യുണൈറ്റഡിൻ്റെ വിജയത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഈ ഇലക്ഷന് ഒരാഴ്ച മുമ്പ് വരെ പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇത്തവണ ഒരു പാനൽ മുഴുവനായിട്ട് ജയിക്കത്തില്ല, കുറച്ച് പേര് അപ്പുറത്തും 2 പാനലിൽ നിന്നും ജയിക്കുമെന്ന്. പക്ഷേ ഈ ഡിബേറ്റ് കഴിഞ്ഞതോടുകൂടി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി, നിങ്ങളുടെ പാനലേ ജയിക്കത്തുള്ളൂ. കാരണം ആ ഡിബേറ്റിനെ എതിർ പാനലിൽപ്പെട്ടവർ എന്തുകൊണ്ട് ഭയപ്പെട്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നമുക്ക് ടീം യുണൈറ്റഡിന് വളരെ ഗുണകരമായിട്ട് ഭവിക്കുകയുണ്ടായി. അതിന് വളരെ ഭീഷണികൾ ഉണ്ടായിട്ട്, ആ പാനലിലെ ചില വ്യക്തികളിൽ നിന്ന് ഭീഷണി ഉണ്ടായിട്ട് പോലും അതിന് വളരെ മുന്നിട്ടിറങ്ങിയ ശ്രീ AC ജോർജ് സാറിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, പിന്നെ ഈ ടീം യുണൈറ്റഡിന് വോട്ട് നൽകി വിജയിപ്പിച്ച എല്ലാവരെയും ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന സ്റ്റാഫോർഡ് സിറ്റിയുടെ മേയർ ശ്രീ കെൻ മാത്യു അവറുകളാണ്. അദ്ദേഹത്തിന് ഞാൻ ടീം യുണൈറ്റഡിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. മിസോറി സിറ്റി മേയർ ശ്രീ റോബിൻ ഇലക്കാട്ട് ഓൺ ദ വേയിലാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ടീം യുണൈറ്റഡിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മാഗിൻ്റെ മുൻ പ്രസിഡന്റും ഫോർട്ട് ബെൻഡ് കൗണ്ടി 240th ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജുമായ ശ്രീ സുരേന്ദ്രൻ പട്ടേൽ അവരുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ടീം യുണൈറ്റഡിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി ഫോർട്ട് ബെൻഡ് കൗണ്ടി കോർട്ട് ജഡ്ജ് ജൂലി മാത്യു ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലി മാത്യുവിനും ടീം യുണൈറ്റഡിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പോലീസ് ക്യാപ്റ്റൻ പ്രിസിംഗ് 3 പോലീസ് ക്യാപ്റ്റൻ മനോജ് പൂപ്പാറയിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ടീം യുണൈറ്റഡിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ കറണ്ട് പ്രസിഡന്റ് ശ്രീ ജോസ് കെ ജോൺ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജോസ് കെ ജോണിനും ടീം യുണൈറ്റഡിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചു. മാഗിൻ്റെ ട്രഷി ബോർഡ് ചെയർമാൻ ശ്രീ ജിമ്മി കുന്നശ്ശേരി, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജിമ്മി കുന്നശ്ശേരിനെയും ടീം യുണൈറ്റഡിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തു. അടുത്ത മാഗിൻ്റെ മുൻ പ്രസിഡന്റുമാരായ ശ്രീ തോമസ് ചെറുകര, ശ്രീ ജോഷുവ ജോർജ്, ശ്രീ എബ്രഹാം ഈപ്പൻ, ശ്രീ SK ചെറിയാൻ, മാത്യൂസ് മുണ്ടക്കൽ, ജോജി ജോസഫ്, ബേബി മണക്കുന്നേൽ, ജോൺ കുന്നക്കാട്, പൊന്നുപിള്ള ചേച്ചി, ഇവരെല്ലാം മാഗിൻ്റെ മുൻ പ്രസിഡന്റുമാരാണ്. അതുപോലെ നമ്മുടെ അച്ചക്കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ എബ്രഹാം തോമസ്, അദ്ദേഹത്തെയും ടീം യുണൈറ്റഡിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IPC തന്നെയാണ് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ജിമോൻ റാന്നി, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ടീം യുണൈറ്റഡിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു.
പിന്നെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പുതിയ ഇലക്ടഡ് പ്രസിഡന്റ് റോയി മാത്യു, അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരെയും ടീം യുണൈറ്റഡിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വിനോദ്. വിനോദ് പറഞ്ഞ പോലെ വി ഗോട്ട് ഓൾ അവർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ഹിയർ. നമ്മളുടെ ഇടയിൽ നിന്ന് ഇവിടെ ഫോർട്ട് ബെന്തോണ്ടിലോ അല്ലെങ്കിൽ സ്റ്റാഫോർഡ് സിറ്റിയിലോ അല്ലെങ്കിൽ മിസോർ സിറ്റിയിലോ ഒക്കെ മേയറായിട്ടും ജഡ്ജായിട്ടും ഒക്കെ വളർന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മളുടെ അഭിമാനമായ അവരിവരുണ്ട്. അതുപോലെ തന്നെ ഈ മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ ഹ്യൂസ്റ്റനെ ഇത്രയും നാൾ ഇതിനു മുമ്പ് നയിച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഒത്തിരി ആൾക്കാർ ഇവിടുണ്ട്. സോ അവരെല്ലാവരെയും വിനോദ് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഞാൻ സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം തീർച്ചയായിട്ടും നൽകുന്നതാകും. പക്ഷേ അടുത്തായിട്ട് മേ പ്ലീസ് റിക്വസ്റ്റ് മിസ്റ്റർ മാത്യു മത്തായ്, former MAC President, former MAC Trustee Board Chairman and Chairman of Team United Campaign Committee to come and have an inaugural speech. എല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും ടീം യുണൈറ്റഡിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഞാൻ പറയാൻ വിട്ടുപോയി, രണ്ടുപേരും വിട്ടുപോയി. പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ജഡ്ജിമാരെ, മേയർമാരെ, പ്രിയപ്പെട്ട എൻ്റെ മലയാളി അസോസിയേഷൻ മെമ്പേഴ്സ്, ഇതൊരു വമ്പിച്ച വിജയമെന്ന് പറഞ്ഞാൽ ചെറുതായി പോകുന്ന എനിക്ക് തോന്നി. മത്സരിച്ച് എല്ലാവരും വൻഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരു മത്സരമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പണ്ടെങ്ങോ 1-2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വമ്പിച്ച ഒരു മത്സരത്തിൽ എതിർ ടീമിനെ അമ്പാടെ പരാജയപ്പെടുത്തി എല്ലാവരും വൻഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരു സംഭവം ഒരു മഹാത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകളാണ് ഇവരെയെല്ലാം ഒരു പാനലിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരിക്കുന്നത്. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. മലയാളി അസോസിയേഷൻ്റെ ആദ്യകാല നേതാക്കളാണ് എബ്രഹാം തോമസ്, തയ്യൽ തോമസ്. ജിപ്സൺ എന്ന വ്യക്തിയാണ് ഇത് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഷേർലിയുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് ആദ്യം. അവിടുന്ന് ഇപ്പോൾ 1.8 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയും കെട്ടിടങ്ങളും എല്ലാമായി വീണ്ടും അത് വിപുലമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുക എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. ഇതിനുവേണ്ടി സഹായിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Thank you. Next we have some appreciation speeches. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ആശംസാ പ്രസംഗങ്ങൾ. അതിനായിട്ട് may I request Honorable Stafford City Mayor Mr. Ken Matthew to please come onto the stage. നല്ല കൈയടി മാത്യു സാർ നമ്മൾ കൊടുത്തേ. Thank you. I've been with the Malayali Association for a long time, but this kind of a turnout I have never seen it. Before I take too much of my time, let me congratulate Roy Matthew, the President, Clarama Matthews, Trustee Board, and the other members.
Ambli Anthony, Anila Sandeep, Michael Joy. I'm reading it from here, okay? Vinod Cherian, Sergeant John, Biju Shivan, Jins Matthew, Benila Charu, Benija Charu, Shainu Abraham, Shinu Abraham, Denise Matthew, Sunil Tangapan, Dr. Subin Balakrishnan, Sandosh Atupuram, Sandosh Atupuram, and Jeevan Simon. I really congratulate all of you. Let us make it MAG a more friendly organization so that we will have a lot of support from the community, and let us also do a lot of things for the community also. So we are one of a kind of an organization where we can show our way of life, our culture, our intelligence, all these kind of things that we can definitely show to the world, because that is not going to be confined only to the Malayalis. When we do good things, and other people will come to know also. Where is Surendran? Is gone. Judge Surendran, I shouldn't say that. Is gone? Oh, thank you, Judge. How are you? You are right. How is Judge Julie Matthews here? No. Any other person who is officially elected one here? I don't think so. So thank you so much for being here, having this kind of a get together, and it is very important. It is very nice. Thank you all. God bless you all. Thank you, sir. Thank you. അടുത്തതായിട്ട് മിസൂറി സിറ്റി മേയർ റോബിൻ എലക്കാട്ടാണ്, പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല. സോ ഐ വിൽ മൂവ് ഓൺ വിത്ത് ജഡ്ജ് ഓണറബിൾ മിസ്റ്റർ സുരേന്ദ്രൻ കെ പാട്ടീൽ ടു കം ആൻഡ് സേ ഫ്യൂ വേർഡ്സ്. അദ്ദേഹം മാഗിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സമയത്ത് ആ ബോർഡിൽ കൂടെ ഉണ്ടാകാനുള്ളൊരു ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം എടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റുമാരിരിക്കുന്ന ഒരു വേദിയിൽ ഇതുപോലൊരു മഹാസമ്മേളനം പോലെ മലയാളി അസോസിയേഷൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു യോഗം ഇതിനു മുമ്പ് ഇതുപോലെ നമുക്ക് ചേരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതിനെ ഒരു ആരോഗ്യകരമായി കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് നടത്തി, അതിശക്തമായ പങ്കാളിത്തം മലയാളി അസോസിയേഷൻ്റെ ചരിത്രത്തിലാദ്യമായി 2000 അധികം ആളുകൾ വോട്ട് ചെയ്ത് 33 ആളുകൾ ഈ സംഘടനയ്ക്ക് വേണ്ടി വളണ്ടിയർ വർക്ക് നടത്താൻ തയ്യാറായി വന്ന സമയത്ത് 33 ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 16 ആളുകളെ അത്രമാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന 16 ആളുകൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര വലിയ ഭൂരിപക്ഷം നിങ്ങൾക്ക് തന്നത് ഒരുപാട് പ്രതീക്ഷ നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. ഈ 16 ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ വന്നിട്ടില്ലെങ്കിലും അടുത്തൊരു വർഷക്കാലം നിങ്ങൾ മലയാളി അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ പൂർണ്ണമായും രംഗത്തുണ്ടാകുമെന്നാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്ത മലയാളി അസോസിയേഷൻ മെമ്പർമാർ, ബാക്കി നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത മലയാളി അസോസിയേഷൻ മെമ്പർമാർ, ആർക്കും വോട്ട് ചെയ്യാത്ത മലയാളി അസോസിയേഷൻ മെമ്പർമാർക്കും ഉള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്തൊരു വർഷക്കാലം നിങ്ങൾ
ഈ മലയാളി അസോസിയേഷൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ജാഗരൂകരായി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പുറകോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് മറ്റ് 17 ആളുകൾ ഈ വർക്കുകൾ ചെയ്യാൻ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെ മലയാളി അസോസിയേഷൻ മെമ്പർമാർ ഈ പദവിയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കൊക്കെ പൂർണ്ണമായും ഉണ്ടാകുമെന്ന ഒരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ഒരുപാട് പ്രൊജക്റ്റ് ഇപ്പം തന്നെ ഏറ്റെടുത്ത് നടത്തി വന്ന മുൻകാലങ്ങളിൽ ഒന്ന് വ്യത്യസ്തമായി ഒരു 6, 7 അല്ലെങ്കിൽ 10, 15 പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിൽ എന്നുള്ളതിൽ നിന്ന് മാറി ഒരു മാസത്തിൽ തന്നെ 2-3 പരിപാടികൾ നടത്തുന്ന നിലയിലേക്ക് വളരെ ബൃഹത്തായ പ്രവർത്തനങ്ങളും പദ്ധതികളും ഏറ്റെടുക്കുന്ന ഒരു വലിയ മഹാസംഘടനയായി നമ്മളുടെ മലയാളി അസോസിയേഷൻ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ബോധ്യത്തിൽ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. ഏറ്റെടുക്കുന്ന മുഴുവൻ പ്രോജക്റ്റുകളും നിങ്ങൾക്ക് ആകെ 10 മാസം മാത്രമേ ഉള്ളൂ. ശരിക്കും ജനുവരി എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ ഒരു വർഷം, ഡിസംബർ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആയി മാറിയാൽ ഫെബ്രുവരി മുതൽ നവംബർ വരെയുള്ള 10 മാസം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ നടപ്പിലാക്കേണ്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ ഭരണസമിതിയും മത്സര ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ബോർഡ് നടത്തിയതിനേക്കാൾ ഒരു പടി കൂടി മുൻപോട്ട് വരണം. അത് വളരെ നല്ല ആരോഗ്യകരമായ ഒരു ചിന്തയും പ്രവർത്തനവുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പുതുതായി വരുന്ന ഓരോ ബോർഡും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി, കൂടുതൽ മത്സര ബുദ്ധിയോടുകൂടി, കൂടുതൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡും നേതൃത്വവുമായി മാറണം. അങ്ങനെ മാറാൻ ഈ നേതൃത്വത്തിനും കഴിയട്ടെ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദി പറയുകയാണ്. എല്ലാ മലയാളികൾക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നന്ദി. Surendra K. Patel, and since Judge Julie Matthew and Captain Manoj, they are not here, I'll move on with current Malayali Association of Greater Houston President, Mr. Jose K. John. ഈ 31-ാം തീയതി വരെ അദ്ദേഹമാണ് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റ് ഹ്യൂസ്റ്റൺ പ്രസിഡന്റ്. താങ്ക് യു അനിൽ. മേയർ കെ മാത്യു, ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, മലയാളി ബാക്കി എല്ലാവരും മലയാളി അസോസിയേഷൻ നേതാക്കന്മാരാണ്. എല്ലാവരും നമ്മൾ ഓരോ മെമ്പേഴ്സും നേതാക്കന്മാരാണ്. കറണ്ട് പാസ്റ്റ് പ്രസിഡൻസ്, ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ്, കറണ്ട് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ, അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് എൻ്റെ പേരിലും ഒന്ന് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ആദ്യമേ തന്നെ ഇതിനൊരു നമ്മളെല്ലാവരും മാഗിന് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ മാഗിന് ചരിത്രത്തിൽ ഇത്രയും ആളുകൾ വന്ന ഒരു വോട്ടിംഗ് ഇതുവരെ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് അതിൻ്റെ നമ്മുടെ ഇത്രയും ആളുകൾ വരുന്നത് പ്രതീക്ഷകൾ മാത്രമാണ് നമ്മുടെ വെന്യൂ നമ്മുടെ സെൻറ് തോമസ് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത്. അത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, അങ്ങോട്ട് മാറ്റിയത് ഏറ്റവും നന്നായി എന്നാണ് എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായം. കാരണം അതുകൊണ്ട് നമുക്ക് വന്ന് പാർക്ക് ചെയ്യാനും വോട്ട് ചെയ്യാനും എല്ലാത്തിനും വളരെ സൗകര്യമായിരുന്നു. അതുപോലെ ക്യാമ്പയിൻ ചെയ്യാനും. എനിവേ, ഇങ്ങനെയൊരു നല്ല ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളായ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതിനൊരു പാർട്ടാകാൻ ഞങ്ങൾ ഈ വർഷത്തെ ബോർഡിലും സാധിച്ചു. ട്രസ്റ്റി ബോർഡിലും ഇലക്ഷൻ കമ്മീഷനും കൂടെ നിന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞാൻ അധികം നീട്ടുന്നില്ല. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട റോയി മാത്യു, റോയിയുടെ കൂടെയുള്ള ഓരോ ബോർഡ് മെമ്പേഴ്സും അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞാൻ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരും അവരവരുടേതായ രീതിയിൽ കഴിവുള്ളവരും സമൂഹത്തിൽ സ്വാധീനമുള്ളവരുമാണ്. അവരുടെ ആ സ്വാധീനം നമ്മുടെ മാഗിലും പ്രയോജനപ്പെടുത്തി മാഗിനെ ഇന്ന് കണ്ടതിനേക്കാളും വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി നമ്മുടെ റോയി മാത്യുവിനെ ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത വർഷത്തിൽ അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളട്ടെ. ഇനിയും മുമ്പ് നമ്മുടെ ജഡ്ജി പറഞ്ഞതുപോലെ എനിക്കൊരു 9 ദിവസമോ അല്ല 10 ദിവസം കൂടിയേ ഉള്ളൂ. അത് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിസംബർ 27 മാഗിൻ്റെ ക്രിസ്മസ് കരോൾ ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷനാണ്. ആ പ്രോഗ്രാം നമ്മുടെ സെൻറ് തോമസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ശനിയാഴ്ച 5 മണിക്ക് ആരംഭിക്കും. അന്ന് കരോൾ കോമ്പറ്റീഷനും പിന്നെ നമ്മുടെ കുറച്ച് പ്രോഗ്രാമും അതോടൊപ്പം തന്നെ പുതിയ കമ്മിറ്റിയുടെ ഓത്തും കൂടാണ്.
അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളും വരണം. ഈ കമ്മിറ്റി അടുത്ത് വരുന്ന ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുക, അടുത്ത് വരുന്ന കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരും ഒരിക്കൽ കൂടി ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും റോയിങ് ടീമിനും ഒരിക്കൽ കൂടി നിറഞ്ഞ കൈകളോടുകൂടി ഞങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കുന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. And may I please request Jimmy Kundacheri, Trustee Board Chairman, to come onto the stage. Is he here? എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇനിയുള്ള ആശംസാ പ്രാസംഗികർ, അതായത് നമ്മുടെ പഴയ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എല്ലാവരും വരും. എല്ലാവരെയും ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരു 2 മിനിറ്റിനുള്ളിൽ ഒന്ന് ഒതുക്കി സംസാരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊരു 11-12 മണി ആയാലും നമുക്ക് തീർക്കാൻ പറ്റില്ല. Okay, Mysore City Mayor Mr. Robin Elakad is here. പക്ഷേ since I called the Trustee Board Chairman, അദ്ദേഹത്തിന് ശേഷം I'll definitely request Mr. Robin Elakad to come onto the stage. Thank you. ഞാൻ കരുതി തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. Thank you. Good evening, ladies and gentlemen, Malayali സുഹൃത്തുക്കളെ, distinguished guests, mayor, judge, and so on so everybody. ഇന്നത്തെ വിക്ടറി, അതായത് ടീം യുണൈറ്റഡിൻ്റെ വിക്ടറി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിക്ടറിയാണ്. കാരണം ഈ വർഷത്തെ പ്രസിഡന്റ് എവിടെ ചെയ്ത് തീർത്തോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് റോയ്, യു ഹാവ് ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. കാരണം പ്രസിഡന്റ് പറഞ്ഞു, ഒരു കാര്യം പറയുന്ന ഞാൻ കരുതിയത്, പക്ഷെ അത് കേട്ടില്ല. അതായത് 1.5 ഏക്കർ സ്ഥലം നമ്മൾ കോൺട്രാക്റ്റ് എഴുതി $1.5 ലക്ഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു $300,000 31-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവണം. നമ്മളിപ്പം തൽക്കാലം ലോൺ എടുത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും പ്രബുദ്ധരായ മലയാളീസ് ഫാമിലീസ് ഇവിടെ ഉള്ളപ്പോൾ ഒരു ഫാമിലി ഒരു $100 വെച്ച് 31-ാം തീയതിക്ക് മുമ്പ് ഈ മാഗിനെ സെല്ല് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ക്യാമ്പയിൻ നടത്തി 31-ാം തീയതിക്ക് മുമ്പ് ഈ പ്രോപ്പർട്ടി ജോസ് ജോണും ഞാനും ഉൾപ്പെടുന്ന ഈ കമ്മിറ്റിക്ക് ഇത് ആധാരം എഴുതി പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അന്ത്യാഭിലാഷമാണ്. സാധിക്കുമെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഒരു $100 വെച്ച് ഈ ബിൽഡിംഗ് ഫണ്ടിലേക്ക് തരിക. നിങ്ങളുടെ പേര് അവിടെ മാർക്ക് ചെയ്യുന്നതായിരിക്കും. അത് റിക്വസ്റ്റാണ്, എക്സിക്യൂട്ടീവിൻ്റെ പേരിലും ട്രസ്റ്റി ബോർഡിൻ്റെ പേരിലും. ജോസ് ജോണിന് വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ജോസ് ജോൺ പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഇനി അതിൻ്റെ ഫ്ലാറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ടൈറ്റിൽ കമ്പനിയുടെ കയ്യിൽ പേപ്പറുണ്ട്. അത് എത്രയും വേഗം ഏജൻറ്റുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. 30-ാം തീയതിക്ക് മുമ്പ് അത് ക്ലോസ് ചെയ്തിട്ട് പോകണം. അത് ജോസ് ജോണിൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും. നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനമായി മലയാളി അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരിതാണ്. പിന്നെ ഞാൻ വന്നത് ആശംസാ പ്രസംഗമാണ്. ഞാൻ 3 വർഷം ട്രസ്റ്റി ബോർഡിലായിരുന്നു. ഈ 31-ാം തീയതിയോടുകൂടി നമ്മുടെ പരിപാടി ഇങ്ങ് തീരുവാണ്. പക്ഷേ എല്ലാവിധ സഹകരണവും പ്രവർത്തനവും എല്ലാം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. റിട്ടയർമെൻറ്റ് ലൈഫാണ്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഏത് സമയത്തും എന്നെ വിളിച്ചാൽ 24/7 ഞാൻ അവൈലബിൾ ആയിരിക്കും. പറ്റുന്ന കാര്യങ്ങളൊക്കെ സഹകരിക്കാൻ സന്നദ്ധനാണ്. അതുപോലെ ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം പ്രവർത്തന മണ്ഡലം നല്ലതായി കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകൂ. റോയിയുടെ ടീം ഉത്സാഹിക്കുക. മിസ്റ്റർ കരുണാനിധി പറഞ്ഞ പോലെ ഒരു നല്ലൊരു പ്രതിപക്ഷം അപ്പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും അവർ വാച്ച് ചെയ്യുകയാണ്. സോ ലെറ്റ് us do a better job for all മലയാളീസ്. നമ്മൾ ഈ കല്യാണത്തിലൊക്കെ പറയും പോലെ ഒന്നും കൂടുമ്പോൾ 2 എന്ന് എല്ലാവരും പറയും. പക്ഷെ 2 അല്ല, അത് ബിഗ് 1 ആണ്. 2 1 കൂടുമ്പോൾ ബിഗ് 1. അപ്പം നമ്മൾ കൂട്ടായ്മയോടെ എല്ലാവരെയും സഹകരിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം എന്ന റിക്വസ്റ്റോട് കൂടി എല്ലാവിധ ആശംസകളും. ഇനി ഓത്ത് എടുക്കാൻ മുമ്പ് ജോസ് ജോൺ പറഞ്ഞ പോലെ എല്ലാവരും 27-ാം തീയതി വരണം. ഞാനായിരിക്കും ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും
പ്രിപ്പയറായി വരിക. അതനുസരിച്ച് നമ്മൾ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ആശംസയോടുകൂടി നിർത്തട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. Missouri City. So please. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ന്യൂ ഇയർ വരുന്നു. അപ്പം ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയറും എനിക്ക് തോന്നുന്നത് മലയാളി അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം റോയ് മാത്യുവിൻ്റെ നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയറുമായിരുന്നു. കാരണം അവരുടെ മൊത്തം പാനൽ ജയിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും വിജയിച്ചു. അതുകൂടാതെ നമ്മൾ മുമ്പേ പറഞ്ഞു എതിരെ പാനലായിട്ട് നിന്നവർ അവരുമുണ്ട്. അപ്പം മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് ജയിച്ചവർക്ക് മാത്രമുള്ളതല്ല, ജയിക്കാത്തവരും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളൊരു പ്രസ്ഥാനമാണ് മലയാളി അസോസിയേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ വളരെയധികം ഗംഭീരമായിട്ട് ഭയങ്കര ഒരു ഞങ്ങളുടെ സിറ്റി ഇലക്ഷനേക്കാളും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഇലക്ഷനായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഞാനോ കെൽമാത്യു സാറൊക്കെ ഇങ്ങനത്തെ മലയാളി അസോസിയേഷൻ ഇലക്ഷനൊന്നും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെയൊക്കെ ക്യാമ്പയിനിങ്ങും ഫ്ലയറും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷേ അതിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അടുത്ത ഈ വരുന്ന വർഷം ഫോമ കൺവെൻഷന് ഉള്ള കാരണമാണ് ഇത്രയും വാശിയേറിയ ഇലക്ഷൻ എന്നൊക്കെ പലരും പറയുകയുണ്ടായി. അത് മാറ്റിത്തിരുത്തി നിങ്ങളത് ഫോമയുടെ ഒരു കൺവെൻഷൻ വരുന്നതുകൊണ്ടല്ല, അല്ലാതെ തന്നെ മലയാളികൾ ഹ്യൂസ്റ്റണിൽ ഒത്തിരി മലയാളികളുണ്ട്. അപ്പം പല പല മലയാളി അസോസിയേഷന് ഇന്ന് പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കൂടാതെ ഇങ്ങനെയുള്ള എല്ലാ മലയാളി അസോസിയേഷനെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു മാതൃക ഇവിടെ കാണിക്കണം. പലരും വളരെ അസൂയോടുകൂടി ഇവിടെ പറയുന്നുണ്ട് മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഏറ്റവും വലിയ മലയാളികളുള്ളൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഇന്ന് അമേരിക്കയിൽ. ഞാൻ ഷിക്കാഗോയിൽ ഈയിടെ ചെന്ന് പ്രസംഗിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഹ്യൂസ്റ്റൺ അസോസിയേഷൻ അല്ല വലുത്, ഷിക്കാഗോ മലയാളി അസോസിയേഷനാണെന്ന് പറഞ്ഞു. അവിടെ ആയതുകൊണ്ട് ഞാൻ എന്നെ തിരുത്തി പറഞ്ഞില്ല, കാരണം അവിടെ നിന്ന് എനിക്ക് പോരണം. അപ്പം തീർച്ചയായിട്ടും മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഇന്ന് എനിക്ക് തോന്നുന്നത് ഷിക്കാഗോയിലേക്കാളും അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൂവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹ്യൂസ്റ്റൺ. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു പ്രസ്ഥാനം അലങ്കരിച്ച പല നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടും അതേപോലെ എക്സിക്യൂട്ടീവ് ബോർഡിലൊക്കെ നിന്നവരുണ്ട്. അപ്പോൾ റോയ് മാത്യുവിനും അവരുടെ ടീമിനും നിങ്ങൾ എല്ലാവരും പഴയ ലീഡേഴ്സും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് വർക്ക് ചെയ്ത് ഇത് മുമ്പോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിനകത്ത് റോയ് മാത്യു അതേപോലെ അദ്ദേഹത്തിൻ്റെ പാനലിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ടീമിലുള്ളവരുടെ പേര് അറിയാതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് എനിവേ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്നും കെൻ മാത്യു സാറിൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. Thank you, Mayor. Thank you so much. Now let's welcome Mr. Thomas Chirigara, former MAG President. താങ്ക് യു അനിൽ ജനാർദ്ദനൻ. പ്രിയപ്പെട്ട ഗവൺമെൻറ് ഇലക്ടഡ് ഓഫീഷ്യൽസ്, പ്രിയ മുൻ പ്രസിഡന്റുമാരെ, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട റോയ് മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളെ, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് ജോസ് ജോൺ, അതുപോലെ നമ്മുടെ ഫോമയുടെ പ്രസിഡന്റ് മിസ്റ്റർ ബേബി മണക്കൊന്ന്, അതുപോലെ പ്രശസ്തരായ ഇവിടുത്തെ സാമൂഹിക നേതാക്കന്മാർ ഒക്കെ ഇവിടെയുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാർ,
ഇവിടെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും വാശിയേറിയ ഒരു ഇലക്ഷനിൽ ശ്രീമാൻ റോയ് മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ വിജയിച്ചിരിക്കുകയാണ് എല്ലാവരും. അതിൽ ഏറ്റവും കൂടുതൽ റാങ്കോട് കൂടി ജയിച്ചത് ട്രസ്റ്റി ബോർഡിലേക്ക് നിന്ന ക്ലാരമ്മ മാത്യൂസാണ്. ആദ്യമായിട്ട് ക്ലാരമ്മ എനിക്കറിയാം, ഒരു 10-45 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. മാത്യു പത്തായി വരുന്നതിന് മുമ്പ് തന്നെ ക്ലാരമ്മ അമേരിക്കയിലുണ്ടായിരുന്നു. ഒരു തമാശ പറയാം, ഞാനും ക്ലാരമ്മയും കൂടെ ഗാൽവെസ്റ്റിന് പോയി 45 വർഷം മുമ്പ്. ഞങ്ങൾ ചുറ്റിക്കറങ്ങാനൊന്നും അല്ല പോയത്, ഞങ്ങൾ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഞാൻ ക്ലാരമ്മയില് പരീക്ഷ എഴുതാൻ കൊണ്ടുപോയതാണ്. ഞാൻ ക്ലാരമ്മ പരീക്ഷ എഴുതി തീരുന്നവരെ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തു. ക്ലാരമ്മ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോൾ റിസൾട്ട് പറയണമെങ്കിൽ ഒരു മണിക്കൂർ കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ക്ലാരമ്മ ജയിച്ചു. റിസൾട്ട് കൊണ്ട് ക്ലാരമ്മയെ വിജയക്കൊടി പാർപ്പിച്ചുകൊണ്ടാണ് ഞാൻ കാൽവശയിൽ നിന്ന് തിരിച്ചു വന്നത്. ഇപ്പോൾ മനസ്സിലായി എന്തിനാ കാൽവശത്തിന് പോയതാണ്. അതുപോലെ ഇപ്പോൾ ക്ലാരമ്മ ഈ ഇലക്ഷനെ ഫേസ് ചെയ്ത് ക്ലാരമ്മ ഫസ്റ്റ് റാങ്കിലാണ് പാസ്സായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ചു. എല്ലാ സ്ത്രീകൾക്കും വനിതകൾ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. നമുക്കറിയാം, മിസ്റ്റർ AC ജോർജ് ഇവിടെ ഡിബേറ്റ് നടത്തിയപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ അവർ പ്രതികരിച്ചു. അപ്പോൾ ഇവിടുത്തെ വോട്ടേഴ്സിന് എല്ലാം മനസ്സിലായി ഇവർ വളരെ പ്രഗത്ഭരായ വ്യക്തികളാണെന്നും അതിൻ്റെ വെളിച്ചത്തിൽ അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല വിജയം കരസ്ഥമാക്കി. എന്നിരുന്നാലും നമുക്കറിയാം, ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. കുറച്ച് പേര് തോക്കും, കുറച്ച് പേര് ജയിക്കും. അത് ആ ഇലക്ഷൻ കഴിയുമ്പോൾ നാം മറക്കും. ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് എല്ലാവരും മുന്നോട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഈ വലിയ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യസ്ഥതയുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തീർച്ചയായും ഒത്തൊരുമിച്ച് എല്ലാവരും പ്രവർത്തിക്കുക. ഈ അസോസിയേഷൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇലക്ട് ചെയ്തിരിക്കുന്നവർ ഇവിടുത്തെ ലോക്കൽ പല അസോസിയേഷനുകളുണ്ട്. അവിടെയൊക്കെ പോയി ഭാരവാഹിത്വം ഏറ്റെടുക്കരുത്. കാരണം നിങ്ങൾക്ക് ഭാരിച്ച ചുമതലകൾ ഇവിടെയുണ്ട്. ലോകം മുഴുവൻ നടന്ന് നിങ്ങൾ മെമ്പറായിരിക്കും, കുഴപ്പമില്ല. ഔദ്യോഗിക സ്ഥാനങ്ങൾ ഏൽക്കണമെങ്കിൽ ഇതിൻ്റെ ഭരണം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുക എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. കാരണം ഈ അസോസിയേഷൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. എവിടെയും പോയി പ്രവർത്തിക്കുക നല്ലതാണ്. പക്ഷേ ഈ അസോസിയേഷന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു മുൻ പ്രസിഡൻ്റായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു, ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു. എനിക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പലരും ഓരോ വർഷവും വന്നവരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അസോസിയേഷൻ്റെ മലയാളി അസോസിയേഷൻ്റെ ആ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയായ രീതിയിൽ അത് ക്രമീകരിച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഈ സംഘടനയ്ക്ക് ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും ജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങളുടെ പ്രവർത്തനം പാചകമായി തീരട്ടെ. അടുത്ത വർഷം നന്നായി നിങ്ങൾക്ക് ഭരിക്കുവാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. May I please welcome Mr. Baby Manakunal, former MAG President and current former President. ഒരു നല്ല കൈയടി അദ്ദേഹത്തിന് നൽകാൻ, അദ്ദേഹത്തിനല്ല എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ കൊണ്ട് കൈയടിക്കാൻ ആർക്കും കൊണ്ട് ഒരു എന്തോ ഒരു അസൗകര്യമുള്ള പോലെ. ഗുഡ് ഈവനിങ്. നമ്മുടെ പ്രിയപ്പെട്ട മിസോർ സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു സാറ്, അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജ് ഉണ്ടല്ലേ, പോയോ, ബിസിയാണ്, പോയെന്ന് തോന്നണം, നമ്മുടെ സുരേന്ദ്രൻ പട്ടേൽ, എൻ്റെ പ്രിയപ്പെട്ട ഹോസ്റ്റലിലെ മലയാളി അസോസിയേഷൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ ഫോമയുടെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഫോമയുടെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സന്തോഷപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റോയി മാത്യു
ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പുണ്ടക്കാനയിൽ പോയി കൺവെൻഷനിലും അതുപോലെ തന്നെ ഇലക്ഷനിലും പങ്കെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചത്. അപ്പോൾ റോയിയുടെയും അതുപോലെ തന്നെ റോയിയുടെ ടീമിലുള്ള എല്ലാവരുടെയും വിജയത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ആശംസകൾ അവർക്ക് അറിയിക്കുന്നു. മലയാളി അസോസിയേഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ജിമ്മി മുന്തശ്ശേരി പറഞ്ഞു, നമ്മുടെ അസോസിയേഷനോട് തൊട്ട് ചേർന്ന 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മലയാളി സംഘടനകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉള്ളതും നമ്മുടെ മാഗിനാണ്. 31-ാം തീയതി രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു, അതനുസരിച്ച് ചെയ്യണം. അതിനുശേഷം ഒത്തൊരുമിച്ചാൽ അടുത്ത ക്രിസ്മസും ന്യൂ ഇയറെല്ലാം നമുക്ക് 26-ന് ക്രിസ്മസും ന്യൂ ഇയറെല്ലാം ആ ബിൽഡിങ്ങിൽ വെച്ച് നടത്താൻ സാധിക്കുമെന്ന് ഒരു പ്രത്യാശ നമുക്കുണ്ടാക്കാം. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 2 ടീമായിട്ട് മത്സരത്തിൽ വന്നു. 2 കൂട്ടരും ഭംഗിയായ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി. നമുക്കറിയാം ഒരു ടീമിൽ നിന്നല്ല 14 പേർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഒരാൾക്ക് നിങ്ങൾക്കറിയാം പ്രസിഡന്റായിട്ടും വരാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് നിങ്ങളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൻ്റെ മാനദണ്ഡം കണക്കാക്കി നിങ്ങളെല്ലാവരും 4600ഓളം മെമ്പേഴ്സ് നമ്മൾക്ക് എമേരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള നടപടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആ ടീമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളി അസോസിയേഷനിൽ ഇഷ്ടംപോലെ സബ് കമ്മിറ്റികളുണ്ടാകും. ആ സബ് കമ്മിറ്റികളിലേക്ക് ആര് ഏത് പാനലിൽ മത്സരിച്ചു എന്ന് നോക്കാതെ നല്ല രീതിയിൽ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മലയാളി അസോസിയേഷൻ അടുത്ത ഇത് കഴിഞ്ഞു വരുന്ന 26-ല് നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറെല്ലാം നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൽ വെച്ച് നടത്തുന്നതിനുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും മലയാളി അസോസിയേഷനിലാണ്. ഞാൻ 2005-ല് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ 2010-ലും ഞാൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റായിരുന്നു. 2005-ല് നമ്മൾ അന്നത്തെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചത് ഇന്നത്തെ പോലെയല്ല. അന്ന് 7 പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നത്. ആ 7 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എടുക്കും. അതിൽ നിന്ന് അവരുടെ ഭൂരിപക്ഷം അനുസരിച്ചായിരിക്കും ഒരു പ്രസിഡന്റിനെ കണ്ടെത്തുന്നത്. എങ്കിൽ ഞങ്ങൾ വന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ 7 എന്നുള്ളത് പ്രസിഡന്റ് ഉൾപ്പെടെ 15 പേരെ ആക്കി. അങ്ങനെ 15 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലക്ഷൻ നടത്തുകയും ആ ഇലക്ഷൻ ഇന്ന് നടക്കുന്നത് പോലെ പ്രസിഡന്റിന് പ്രത്യേകമായിട്ടുള്ള ബാലറ്റ് പേപ്പറിലൂടെ 2 പേരുണ്ടെങ്കിൽ ആ 2 പേരും പ്രസിഡന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട്, പ്രസിഡന്റ്മാരെ 2 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഇലക്ഷൻ നടത്തും. അതിൽ ജയിച്ചു വരുന്ന ആൾക്കാരായിരിക്കും പ്രസിഡന്റായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ബാക്കി 28 പേരിൽ നിന്ന് 14 പേരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ആ പ്രസിഡന്റായിട്ട് മത്സരിച്ച ആ വ്യക്തിയുടെ നേതൃത്വത്തിലായിരിക്കും അടുത്ത പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ ഈ അസോസിയേഷൻ ഇതുപോലെ ഇന്നത്തെ മത്സരത്തിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കൊരു മത്സരങ്ങളില്ലാതെ ഇടയ്ക്ക് മാത്രമാണ് 1-2 പ്രാവശ്യം മത്സരങ്ങളൊന്ന് ഒരു സമവായത്തിലൂടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എങ്കിലും ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സംഘടനയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്കറിയാം 4600ഓളം മെമ്പേഴ്സ് ഇവിടെയുണ്ട്. ആ മെമ്പേഴ്സിന്റെ ഇടയിൽ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ റോബിൻ സൂചിച്ച പോലെ ഏറ്റവും നല്ല രീതിയിലുള്ള മീഡിയ വഴിയുള്ള ഒത്തിരി പരസ്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അത് നമ്മുടെ മലയാളി അസോസിയേഷന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ സാധിച്ചു. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പ്രസിഡന്റുമാർക്ക് നേരിട്ടുള്ള ഇലക്ഷനിലാണ് വന്നത്. ആദ്യമായിട്ട് നേരിട്ടുള്ള ഒരു ഇലക്ഷനിലേക്ക് ജയിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഇവിടെയുള്ള അന്ന് 2010-ലുണ്ടായിരുന്ന മലയാളി അസോസിയേഷന്റെ മെമ്പേഴ്സ് എനിക്ക് തന്നു. ഈ അവസരത്തിൽ വീണ്ടും ഞാൻ കുറിച്ച്
നിങ്ങളെ ഒന്ന് അറിയിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ അസോസിയേഷൻ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.